blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഇന്ത്യയുടെ 67ാമത്തെ റിപ്പബ്ലിക് ഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ആദ്യമേ തന്നെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ എന്നുള്ള ഞങ്ങളുടെ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അഭിമാനത്തോടെ ഈ രാജ്യത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണേ. രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി, മറ്റ് എല്ലാ തലങ്ങളിലുമുള്ള അനുഗ്രഹങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഈ രാജ്യത്തുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി, അപ്പോൾ തന്നെ കർത്താവെ മന്ത്രിമാർക്ക് വേണ്ടി ഒക്കെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ സ്റ്റേറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും കർത്താവെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ രാജ്യത്ത് കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ രാജ്യത്തെ അങ്ങ് ഉയർത്തണമേ എന്നുകൂടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്ന് ബിനുരാജ് ആൻ്റണി ആൻഡ് നീതു ബിനുരാജാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. കൂട്ടത്തിൽ നിൽക്കുന്ന മറ്റൊരു സ്പോൺസറിന് വേണ്ടി കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ മക്കൾ നയനയ്ക്ക് വേണ്ടി, ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ബോർഡ് എക്സാമിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ മുഴു കുടുംബത്തിൻ്റെ മേലും ആത്മിക നന്മകൾ ഉണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നുള്ള ഡെൻസി ജോബിക്കും ദീപ പി ഡാനിയലിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദീപയ്ക്ക് ഒരു നല്ല ലൈഫ് പാർട്ട്ണർ ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും യേശു കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഈ സഹോദരിക്ക് 2.5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കുഞ്ഞ് ജനിച്ചത്. മൂത്ത മകളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. കുഞ്ഞ് ജനിച്ച് 2ാമത്തെ ദിവസം വൈകുന്നേരം പെട്ടെന്ന് കുഞ്ഞിന് ഒരു ഷിവറിങ് തുടങ്ങി. വളരെ വേഗത്തിൽ കുഞ്ഞ് വല്ലാതെ ഷിവർ ചെയ്യാൻ തുടങ്ങിയിട്ട്, വിറയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ സഹോദരി ഉടനെ തന്നെ നഴ്സസിനൊക്കെ വിളിച്ചു. അവർ ഉടനെ തന്നെ NICUയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. ചെക്ക് ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് സെറിബ്രൽ പാസി, CP എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് ഓക്സിജൻ ബ്രെയിനിലേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു കുറച്ച് സെക്കൻഡ്സേക്ക് നിന്ന് പോകുമ്പോൾ ബ്രെയിനിന് വരുന്ന, നെർവ്സിന് വരുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ആ ഒരു അസുഖമാണ്. അവർ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ റൂമിലേക്ക് തിരികെ തരാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ 2 ദിവസത്തിന് ശേഷം ഇവർ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നഴ്സുമാർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് അസുഖം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം അല്പം പ്രശ്നത്തിലാണെന്ന് അവർ പറഞ്ഞിരുന്നു. ഇവർ അതിന് ആ സമയങ്ങളിലെല്ലാം ഇവർ ഈ പ്രഗ്നൻസി ടൈമിന് ഡെലിവറിക്ക് പോകുന്നതിന് മുൻപെല്ലാം ഈ സഹോദരി പ്രെയർ കോൾ സെൻ്ററിലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഇവർ പ്രെയർ കോൾ സെൻ്ററിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരി പറയുന്നത് ഏകദേശം 40 ദിവസത്തോളം ആ കുഞ്ഞിനെ NICUയിൽ കിടത്തേണ്ടതായിട്ട് വന്നു.
അതായത് ഈ രോഗത്തിൻ്റെ കാഠിന്യ നിമിത്തം ആ കുഞ്ഞിന് ചലനശേഷിയൊന്നുമില്ലാതെ വളരെ മോശമായ രീതിയിൽ ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഓരോ ദിവസവും പൂർത്തിയായി 40ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇനി ജീവനോടെ കിട്ടില്ല. ജീവനോടെ കിട്ടിയിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. കാരണം ഈ ഒരു കുഞ്ഞി പ്രായത്തിൽ കൊടുക്കാൻ പറ്റാത്തതിലും ഏറ്റവും മാരകമായ മരുന്നുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചൊക്കെ ചെയ്തു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ജീവനോടെ കിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഏകദേശം 40 ദിവസത്തോളമായി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, കോൾ സെൻ്ററിലൊക്കെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ കൂടെയുള്ള ഒത്തിരി ആളുകളെല്ലാം, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒത്തിരി ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു തോന്നുന്നു, അവരെല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരി പറഞ്ഞത്, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ശക്തിയുമായിട്ട് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് തിരികെ കൊണ്ടുവരാനായിട്ട് ഇവർ തീരുമാനമെടുത്തു. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോവുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുൻപ് ഈ കുഞ്ഞ് മരിച്ചിരിക്കും. അതായത് ഇത്രയും ദിവസം ഈ കുഞ്ഞിന് ട്യൂബെല്ലാം ഇട്ടിട്ടാണ് കുഞ്ഞിന് ഫീഡിങ് അതെല്ലാം കൊടുത്തിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞത്, ഇവിടുന്ന് നിങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടും. ഈ ട്യൂബെല്ലാം അകത്തിട്ടിട്ട് ഈ കുഞ്ഞിന് കരയാൻ പോലും ശബ്ദമില്ലായിരുന്നു. അതായത് ശബ്ദം മുഴുവനായിട്ട് ഈ കുഞ്ഞിന് നഷ്ടപ്പെട്ടു. കാരണം ഈ തൊണ്ടയ്ക്കകത്തേക്ക് ഇത് കുരുങ്ങി അതിൻ്റെ ഇതിൽ കുഞ്ഞിന് കരയാൻ പോലും ആകില്ലായിരുന്നു. ഇവർ ആ പ്രാർത്ഥിച്ച് കിട്ടിയ ബലത്തോടെ ഇവർ ചെയ്തത് 40ാമത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. ആ സഹോദരി പറയുന്നത്, ഇവര് വീട്ടിലേക്ക് വന്നു, യാതൊന്നും സംഭവിച്ചില്ല. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ വന്നു, പറയാമോ, തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവർ ചെയ്തത്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇവര് തന്നെ ആ ട്യൂബ് എല്ലാം എടുത്ത് മാറ്റി. ട്യൂബ് എടുത്ത് മാറ്റി കുറച്ച് ട്യൂബുകളോട് കൂടിയാണോ പുറത്തേക്ക് കൊണ്ടുവന്നത്? ട്യൂബോട് കൂടിയാണ്. പക്ഷെ നിങ്ങൾ തന്നെ അതെടുത്ത് മാറ്റി. ട്യൂബ് ആ സമയത്ത് വെളിയിൽ വന്നപ്പം പറഞ്ഞു നോക്കി, നിങ്ങൾ ലാമയിൽ കൊണ്ടുപോയായിരുന്നു കൊണ്ട് കുഞ്ഞിന് ഞങ്ങൾ പുറത്തെടുക്കുമ്പം ട്യൂബ് എടുത്ത് കളയും. പിന്നെ കുഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു ഡോക്ടറിനെ വിളിച്ച് അവരോട് ഇച്ചിരി റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇട്ട് തരാൻ കുഴപ്പമില്ല, അത് റിസ്ക് നമുക്കറിയാവുന്നത്, അതുകൊണ്ട് ബാക്കിത്തെ നിങ്ങളുടെ നേഴ്സുമാരാരെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. ഈ ജയ്പൂരിൽ ഇഷ്ടം പോലെ പേര് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യർ കാണില്ല എന്ന് എനിക്കറിയാം. അതുപോലെ ഇഷ്ടം പോലെ ഒത്തിരി പേര് ആൾക്കാർ ഈ കുഞ്ഞിന് വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേയില് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങളും NICUലായിരുന്നപ്പം ഞാനും വിളിച്ച് പ്രാർത്ഥിച്ചു. ശേഷം ഇവര് വീട്ടിലേക്ക് വന്നു. സഹോദരി പറഞ്ഞത്, കുറച്ച് ദിവസത്തിനുള്ളിൽ കുഞ്ഞ് തന്നെ പാല് കുടിക്കാൻ തുടങ്ങി. ആ കാര്യം ശരിയായി. ഈ സഹോദരി പറഞ്ഞത്, അതിനിടയിലൊന്നും കുഞ്ഞ് കരഞ്ഞാലൊന്നും ശബ്ദമൊന്നും പുറത്തേക്ക് വരില്ലായിരുന്നു. കാരണം ഈ ട്യൂബുകൾ ഇറക്കി അതെല്ലാം പോയി. പക്ഷേ ഈ സഹോദരി പറയുന്നത്, ആ കരയുന്ന ശബ്ദം ചെറുതായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. കർത്താവ് ജീവനോടെ തന്നെ ആ കുഞ്ഞിനെ 2.5 വർഷത്തിന് ശേഷം ഇന്നും ആ സഹോദരിക്ക് അത് കൊടുത്തു. ആ കുഞ്ഞിനെ ജീവനോടെ കൊടുത്തു. രണ്ടും ആ കുഞ്ഞിനെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇത്രത്തോളം നീ അത്ഭുതം ചെയ്തെങ്കിൽ ഈ അമ്മയുടെ വിശ്വാസത്തെ ഓർത്ത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈ കുഞ്ഞ് പൂർണ്ണമായും നോർമലായി മാറട്ടെ. ഇന്നു മുതൽ വലിയ പ്രോഗ്രസ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു മിറക്കിൾ ഈ പൈതലിൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പകർന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Today I'm going to speak on the heavenly fire. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സ്വർഗീയമായ അഗ്നി എന്നതിനെ കുറിച്ചാണ്. Let me tell you, the heaven is different from earth. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്വർഗം എന്നുള്ളത് ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. Many people think that heaven will be like the earth itself. ഒത്തിരി ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗം എന്നുള്ളത് ഭൂമിയെ പോലെയാണെന്നാണ്. But it is very, very different. There may be some common things, but it is totally different. പൊതുവായ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷേ വളരെ വ്യത്യസ്തം, ഭൂമിയെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ഇടമാണ് സ്വർഗം എന്നുള്ളത്. Hallelujah. Hallelujah. There is fire on earth. ഭൂമിയിൽ തീയുണ്ട്. In all our homes,
In the oven, in the hot place, there is fire. In the gas stove, there is fire. ഓർക്കുക, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ, എല്ലാ വീടുകളിലും തന്നെ തീയുണ്ട്. If there is no fire, there is no cooking down. തീ ഇല്ലെങ്കിൽ അന്ന് പാചകം സംഭവിക്കുകയില്ല. So if there is no fire in a house, there is no food. That's the meaning. അതുകൊണ്ട് ചൂടില്ലെങ്കിൽ, തീ ഇല്ലെങ്കിൽ ഒരു വീട്ടിലും ഭക്ഷണം പാചകം ചെയ്യാൻ സാധ്യമല്ല. But how many of you know that there is fire in heaven also? എന്നാൽ നിങ്ങൾ എത്ര പേർക്ക് സ്വർഗത്തിലും തീയുണ്ട്, അഗ്നിയുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയാം? Hallelujah. ഹല്ലേലൂയ. There is something called heavenly fire. അതുകൊണ്ട് സ്വർഗീയമായ തീ എന്ന പേരിൽ ഒന്നുണ്ട്. And the heavenly fire is different from earthly fire. സ്വർഗീയമായ തീ എന്നുള്ളത് ഭൗമിക തീയിൽ നിന്ന് വ്യത്യസ്തമാണ്. And not only heavenly fire, but there are heavenly vehicles in heaven. സോ ഓർക്കുക, സ്വർഗത്തിൽ അഗ്നി മാത്രമല്ല, സ്വർഗീയമായ ചില വാഹനങ്ങൾ കൂടെ ഉണ്ടെന്ന് ബൈബിൾ The പറയുന്നു. Bible is speaking about fiery chariots in heaven. ബൈബിൾ അഗ്നിമയ രഥങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. And there are mentions of heavenly creatures, not only angels, but also heavenly creatures, fiery creatures in heaven. അപ്പോൾ തന്നെ ബൈബിളിൽ മാലാഖമാരെ കൂടാതെ സ്വർഗീയ ജീവികൾ അഥവാ അഗ്നിയുടെ ജീവികൾ എന്ന പേരിൽ ചിലതുകൂടെ പരാമർശിച്ചിട്ടുണ്ട്. And you read the book of Revelation. വെളിപ്പാട് പുസ്തകം നാം വായിച്ചാൽ We also read about fiery horses in heaven. അവിടെ സ്വർഗീയമായ അഗ്നി കുതിരകളെ കുറിച്ച് വായിക്കാൻ സാധിക്കുന്നുണ്ട്. Some men of God, when their spiritual eyes were opened, they could see fiery horses rushing through heavenly realms. ചില ദൈവദാസന്മാർ അവരുടെ ആത്മീക കണ്ണുകൾ തുറന്നപ്പോൾ അവർ വെളിപ്പാടിൽ ഇതുപോലെ സ്വർഗീയമായ അഗ്നിമയ കുതിരകളെയും രഥങ്ങളെയും അവർ കണ്ടിട്ടുണ്ട്. Prophet Elijah saw it. അത് പ്രവാചകനായ ഏലിയാവ് അത് കണ്ടു. Apostle John saw it. അപ്പസ്തോലനായ യോഹന്നാൻ അത് കണ്ടു. Many people have seen fiery creatures and fiery vehicles and fiery things in heaven. ഇതുപോലെ പല വ്യക്തികളും സ്വർഗീയമായ അഗ്നിമയ രഥങ്ങളെയും അഗ്നിമയമായ ജീവികളെയും അഗ്നിമയ കുതിരകളെയും ഒക്കെ കണ്ടതായി ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. Revelation chapter 15, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം verse number 2. അതിന്റെ 2-ാമത്തെ വചനം. John the apostle is writing, അവിടെ യോഹന്നാൻ എന്ന അപ്പസ്തോലൻ എഴുതുകയാണ്. and I saw what looked like a sea of glass glowing with fire. അവിടെ കാണുന്നു, തീ കലർന്ന പളുങ്കു കടൽ പോലെ ഒന്ന് ഞാൻ കണ്ടു. And standing beside the sea, those who had been victorious over the beast and its image and over the number of its name, they held harps given them by God. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവൻ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. Hallelujah. ഹല്ലേലൂയ. So there is a sea in heaven. ഓർക്കുക, സ്വർഗത്തിൽ ഒരു കടലുണ്ട്. It's not like Atlantic Ocean. അത് ഒരിക്കലും ഒരു അറ്റ്ലാന്റിക് മഹാസമുദ്രമല്ല. It is not like Indian Ocean. അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ പോലെ അല്ല. It's അത് not like Arabian Sea. അറേബ്യൻ കടലിനെ പോലെ അല്ല. അത് It's a different sea. അത് മറ്റൊരു വ്യത്യസ്തമായ ഒരു കടലാണ്. Are you there? നിങ്ങൾ എത്ര പേര് എന്റെ കൂടെയുണ്ട്? I'm talking about heavenly things. ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ ചിലതിനെ കുറിച്ചാണ്. Hallelujah. ഹല്ലേലൂയ. And now John the apostle saw a particular kind of sea there. ഇവിടെ ഇപ്പോൾ യോഹന്നാൻ അപ്പസ്തോലൻ സ്വർഗീയമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സമുദ്രത്തെ, കടലിനെ കാണുകയാണ്. How did it look like? എങ്ങനെയാണ് ഈ സമുദ്രം ഇരിക്കുന്നത്? It looked like a sea of glass. അവിടെ നാം കാണുന്നു, ഈ കടൽ ഒരു പളുങ്കു കടൽ പോലെയാണ്. Hallelujah. Not only that, it was glowing with fire. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു, തീ കലർന്ന പളുങ്ക് കടൽ. See, how can you mix water and glass and fire together? എങ്ങനെ വെള്ളത്തെയും പളുങ്കിനെയും
തീയെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സാധിക്കും. It's very difficult for us to mix that. ഓർക്കുക, ഈ മൂന്ന് കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. But God can do that. എന്നാൽ കർത്താവിന് അത് ചെയ്യാൻ സാധിക്കും. When we think about God, നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ we picturize a Jewish young man, നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രീകരണം എന്നുള്ളത് ഒരു യൗവനക്കാരനായ ഒരു brown curly hair ഒരു തവിട്ട് ചുരുണ്ട മുടിക്കാരൻ, and long beard, നീണ്ട താടിയോടുകൂടി white gown, വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, red shawl. ഒരു ചുമന്ന ഷോളും. That's what we think, that's what we imagine about Jesus. ജീസസ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുന്ന രൂപം ഇതാണ്. Hallelujah. Hallelujah. But when we go through the word, എന്നാൽ ദൈവവചനത്തിലേക്ക് നാം വരുമ്പോൾ the words used to describe the shape, the form, the nature of God is very, very astounding. എന്നാൽ ദൈവത്തിന്റെ രൂപത്തെ, യേശുവിന്റെ ഭാവത്തെ ബൈബിളിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി ചിത്രീകരിക്കുന്നത് വളരെ അത്ഭുതാവഹമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ്. The Bible is the revealed word of God. ഓർക്കുക, ബൈബിൾ എന്നുള്ളത് വെളിപ്പെട്ടു വന്ന ദൈവവചനമാണ്. In other words, the things in heaven is described through human languages. That's what the Bible is. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗീയമായ കാര്യങ്ങളെ മനുഷ്യനാകുന്ന ഭാഷയിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവന്ന വചനമാണ് ബൈബിൾ എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. So when we read the Bible, നാം ബൈബിൾ വായിക്കുമ്പോൾ many things we fail to understand many things. ഒത്തിരി കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നാം പരാജിതരാണ്. But still we have to believe. എന്നാൽ എങ്കിലും നാം വിശ്വസിക്കേണ്ടതുണ്ട്. Matthew 24:35 says, മത്തായിയുടെ സുവിശേഷം 24:35 പറയുന്നു, this physical heaven and earth will pass away one day. അവിടെ എഴുതുന്നു, ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒരു ദിവസം ഒഴിഞ്ഞു പോകും. But the words of Jesus, the word of God, will never pass എന്നാൽ away. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Which means we can count upon the word of God. We can believe the word of God. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും, അതിനെ ഉറപ്പാക്കുവാൻ സാധിക്കും. Say hallelujah. എത്ര പേർ ചേർന്ന് കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുക? Hallelujah. Hallelujah. So we must get to know what kind of a God we are serving. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, അതിന്റെ ഭയങ്കരത്വം നാം മനസ്സിലാക്കിയിരിക്കണം. Deuteronomy chapter 4, ആവർത്തന പുസ്തകം 4-ാം അധ്യായം verse number 24. അതിന്റെ 24-ാമത്തെ വചനം. For the Lord your God is a consuming fire and he is a jealous God. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. Hello. ഹലോ. The Bible says our God is like fire. ബൈബിൾ പറയുന്നു നമ്മുടെ ദൈവം അഗ്നി പോലെയാണ്. Now, I'm talking this not to frighten you. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത്. We are his beloved children. നാം എല്ലാവരും അവന്റെ പ്രിയ മക്കളാണ്. God is not going to come and consume us. നാം ദൈവം ഒരിക്കലും വന്ന് പ്രിയ മക്കളെ വന്ന് ദഹിപ്പിക്കുകയില്ല. But I'm talking about his real nature. എന്നാൽ ഞാൻ അവന്റെ യഥാർത്ഥ പ്രകൃതത്തെ കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. This verse says that God is a consuming fire. ഇവിടെ ഈ വചനം പറയുന്നു നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. Hebrews chapter 12 verse number 29. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ The same thing is recorded in the New Testament പുതിയ also. നിയമത്തിൽ ഇതേ കാര്യം തന്നെ അവിടെയും Our രേഖപ്പെടുത്തിയിരിക്കുകയാണ്. God is a consuming fire. അവിടെ കാണുന്നു നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. Secondly, let me tell you that Jesus after resurrection, രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം he was totally different from how he lived on earth. അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കാൾ വ്യത്യസ്തമായിട്ടായിരുന്നു പിന്നീടുള്ള അവന്റെ ജീവിതം. People saw him being born in Bethlehem in a manger. ജനങ്ങൾ യേശു ബെത്ലഹേമിൽ ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ചവനായിട്ടാണ് ജനങ്ങൾ അവനെ ധരിച്ചിരുന്നത്.
when he was born into this world, he was born just like we were born as little babies. അവൻ ജനിച്ചപ്പോൾ നാം എല്ലാവരും പിറന്നു വീണതുപോലെ ഒരു ശിശുവായി തന്നെയാണ് ഭൂമിയിലേക്ക് പിറന്നു വീണത്. Revelation chapter 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് Verses 12 up to verse number 15. അതിന്റെ 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ We read about how Jesus looked like now. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് എങ്ങനെയാണ് ഇപ്പോൾ അവന്റെ രൂപം എന്നുള്ളത് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. Somebody say hallelujah. ആരെങ്കിലും ഒക്കെ ചേർന്ന് ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? Many years back, ഒത്തിരി വർഷങ്ങൾക്ക് on a മുൻപ് Sunday morning, ഒരു ഞായറാഴ്ച രാവിലെ one man was worshiping the Lord, ഒരു വ്യക്തി കർത്താവിനെ ആരാധിക്കുകയായിരുന്നു. just like we are worshiping. നാം കർത്താവിനെ ആരാധിച്ചതുപോലെ. Hallelujah. ഹല്ലേലൂയ. And when he was worshiping, അദ്ദേഹം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ he was not worshiping in a blessing center. അദ്ദേഹം ഒരു ബ്ലെസ്സിംഗ് സെന്ററിൽ അല്ല He was ആരാധിച്ചുകൊണ്ടിരുന്നത്. not worshiping in a church. ഒരു സഭയ്ക്കകത്തല്ല There ആരാധിച്ചുകൊണ്ടിരുന്നത്. was no congregation to worship along with him. അദ്ദേഹത്തിന്റെ കൂടെ ആരാധിക്കാനായിട്ട് അന്ന് ആളുകൾ ആരും തന്നെ There ഉണ്ടായിരുന്നില്ല. was no choir. അന്നൊരു കൊയർ ഉണ്ടായിരുന്നില്ല. His wife was not with him. അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യ No ഉണ്ടായിരുന്നില്ല. children was with മക്കൾ him. അദ്ദേഹത്തിന്റെ കൂടെ ആരാധിക്കാനില്ലായിരുന്നു. But remember one thing. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക. Listen to this. ഒരു കാര്യം തിരിച്ചറിയുക. He was worshiping alone in an island called Patmos. അദ്ദേഹം ഒറ്റയ്ക്ക് ഏകനായി ആരാധിച്ചിരുന്നത് പത്മോസ് എന്നു പേരുള്ള ഒരു ദ്വീപിനകത്തായിരുന്നു. John the Apostle was worshiping the Lord alone. എന്നാൽ യോഹന്നാൻ അപ്പസ്തോലനെ നോക്കൂ, പത്മോസ് എന്ന ദ്വീപിൽ ഏകനായി നിന്ന് അവൻ But ആരാധിക്കുകയാണ്. that was not a boring worship. എന്നാൽ ആ ഒരു ആരാധന ഒരു വിരസതയുടെ ആരാധനയായിരുന്നില്ല. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? The God whom he was worshiping came personally to meet with him there. അവൻ ആരാധിച്ച, വ്യക്തിപരമായി ആരാധിച്ച ആ വലിയ ദൈവം ഇപ്പോൾ വ്യക്തിപരമായി അവന്റെ മുൻപിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. So it was not a boring worship. അതുകൊണ്ട് ഒരു വിരസതയുടെ ആരാധനയായിരുന്നില്ല അത്. And he heard some voices. അദ്ദേഹം ചില ശബ്ദം കേട്ടു. Verse number 12. 12-ാമത്തെ I വചനം. turned around to see the voice that was speaking to me. എന്നോട് സംസാരിച്ച നാദം, ശബ്ദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. Let me tell you, behind every voice there is a person. ഓർക്കുക, ഏതൊരു ശബ്ദത്തിന്റെ പുറകിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കും. Sometimes people hear unwanted voices, ചില സമയങ്ങളിൽ ജനങ്ങൾ കേൾക്കേണ്ടാത്ത ചില വാക്കുകൾ കേൾക്കുകയാണ്. evil voices. പൈശാചികമായ ശബ്ദം. Behind every evil voice there is an evil one. ഓർക്കുക, ഏതൊരു പൈശാചിക ശബ്ദത്തിന്റെ പുറകിലും ഒരു പൈശാചികനുണ്ട്. So if you are hearing any evil voice, never give your ear for that. അതുകൊണ്ട് പൈശാചിക ശബ്ദങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള വ്യക്തി, അതിന്റെ പുറകിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ശബ്ദത്തിന് ഇനി ചെവി കൊടുക്കരുത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മനോദുഃഖത്തോടുകൂടി ആയിരിക്കുന്ന ചിലരുണ്ടല്ലോ കർത്താവെ. പല കാര്യങ്ങളെ ചൊല്ലി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, എങ്ങനെ വഴികൾ തുറക്കുമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കർത്താവെ, ഇപ്പോൾ അവർക്ക് വേണ്ടി അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ചില പേപ്പറുകളൊക്കെ ആയിട്ട് ഈ പേപ്പറൊന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്ര ആശ്വാസമായിരുന്നേനെ എന്നോർത്ത്, ഗവൺമെൻറ് തലത്തിലുള്ള പേപ്പറോ മറ്റ് കാര്യങ്ങൾക്കുള്ള ഒഫീഷ്യലായിട്ടുള്ള പേപ്പറുകളോ ആകാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ പേപ്പറുകൾ നീങ്ങേണ്ടതുപോലെ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികൾ ഓരോ സമയങ്ങളിൽ അതത് സമയങ്ങളിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഹല്ലേലൂയ. അതുപോലെ ജോലിയുടെ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായി ആ കാര്യത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പകരുവാനായി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലുകൾ ആ ഭാഗത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയാണോ കർത്താവെ അവർക്ക് ജോലി വേണ്ടത് അവിടേക്കൊരു സീറ്റ് അങ്ങ് റിസർവ് ചെയ്യണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും തലചുറ്റുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ കരം ആ വ്യക്തിയുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കനത്ത തലവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ തലവേദന കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാസങ്ങളായി ജോലിക്ക് പോയിട്ട് ശാരീരികമായി ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള അസുഖങ്ങൾ നിമിത്തമായി മാസങ്ങളായി നിങ്ങൾ ജോലിക്ക് പോയിട്ട്, പക്ഷേ യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്നു മുതൽ ആ വിടുതലുകൾ വരികയും നിങ്ങൾ അടുത്ത ദിവസങ്ങൾ മുതൽ ജോലിക്ക് തുടർമാനമായി പോകുവാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ ഈ കാര്യത്തിൽ അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിടുതൽ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച ആറ്റിങ്ങലിൽ വെച്ചിട്ടാണ്. എനിക്കൊന്ന് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ കൊല്ലം ജില്ലയിലുള്ള ഒത്തിരി ആളുകൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാനായി സാധിക്കും. അപ്പോൾ തന്നെ ശനിയാഴ്ച മുണ്ടക്കയത്ത് വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ വന്ന് പങ്കുവെക്കാനായിട്ട് മറക്കരുത്. നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. ഓരോരുത്തർക്കും വേണ്ടി കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.